ശിവപ്രസാദ്, ഈ പയ്യന്നൂരിലെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കുഞ്ഞികൃഷ്ണൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരോ അല്ല CPM നേതാക്കളുടെ മറുപടി ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ ഞങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തിക്കോളാം എന്നുള്ളതാണ്. അതിലും ഈ അക്കൗണ്ടബിലിറ്റിയുടെ ഈ ട്രാൻസ്പാരൻസിയുടെ പ്രശ്നമില്ലേ? അതിപ്പം കോൺഗ്രസ് പറയുന്ന ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട സാങ്കേതികത്വമായി അത് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ടതില്ല. അപ്പോൾ അവരെത്ര പിരിച്ചു? അവർ വീട് വെച്ച് കൊടുത്തിട്ടില്ല. ഭാവിയിൽ വീട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അന്ന് അക്കൗണ്ടബിൾ ആയാൽ മതി. അല്ലെങ്കിൽ ഇന്നപ്പം ഈ നിമിഷം മറു ചോദ്യം വരുന്നത് ഇതേ ഫണ്ട് വിഷയത്തിലാണ്. രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കാൻ CPM പിരിച്ച ഒരു രൂപ പോലും അന്യാധീനമായി പോയിട്ടില്ലെന്നും അത് കൃത്യമായി തന്നെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെന്നും വളരെ കൃത്യമായി CPMൻ്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി മുതൽ അവിടുത്തെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള സഖാക്കൾ ഈ കേരളത്തോട് കൃത്യമായി വിശദീകരിച്ചതാണ്. ആ വിശദീകരണത്തിന് മുകളിൽ മറ്റൊരു വിശദീകരണം ആ കാര്യത്തിൽ വേണമെന്ന് കേരളത്തിനകത്തെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും കരുതുന്നില്ല. കാരണം അങ്ങനെയൊരു തുക CPMൻ്റെ കയ്യിൽ നിന്ന് ദുരുപയോഗപ്പെടില്ല എന്നത് കേരളത്തിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇത്രയും നാൾ കാത്തുസൂക്ഷിച്ചതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും മനുഷ്യർ ഹൃദയത്തിലേറ്റിട്ടുള്ളതെന്ന് ഒരു സംശയവുമില്ലാതെ ഞാൻ പറയുകയാണ്. ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ പ്രിയപ്പെട്ട ഹരീഷ് ചേട്ടൻ പറഞ്ഞത് വിശ്വാസ്യതയെ പറ്റിയാണ്. എന്താണ് വിശ്വാസ്യതയുടെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം? രണ്ട് ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഉദാഹരണം, പ്രളയ സമയം ഓർമ്മയുണ്ടോ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക്? പ്രളയ സമയത്ത് ഈ കേരളത്തിലെ മനുഷ്യരോട് കോൺഗ്രസ്സുകാർ പറഞ്ഞത് 1000 വീട് വെച്ച് കൊടുക്കുമെന്നാണ്. KPCC പ്രസിഡന്റ് മാറുമ്പോൾ കസേരയിലിടുന്ന തുണി മാറുന്ന പോലെയല്ലേ കോൺഗ്രസ്സുകാരൻ നയം മാറ്റിയത്? 1000 വീട് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ച MM ഹസൻ പ്രഖ്യാപിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചപ്പോൾ 1000 500 ആ 500 വീടിനെ പറ്റിയുള്ള അഡ്രസ്സ് പിന്നെ ഈ കേരളത്തിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതേപോലൊരു പ്രഖ്യാപനം 2022 സഖാവ് കോടിയേരി നടത്തി. CPMൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ 2000 വീട് CPM വെച്ച് കൊടുക്കുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഗോവിന്ദ മാഷോട് ചോദ്യം ചോദിച്ചു, മാഷെ കോടിയേരി പ്രഖ്യാപിച്ച വീട് എവിടെയെന്ന്. കോടിയേരി മരിച്ചുപോയി എന്നല്ല ഗോവിന്ദ മാഷ് പറഞ്ഞ ഉത്തരം. ഞങ്ങളുടെ ആദരണീയനായ നേതാവ് സഖാവ് കോടിയേരി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്തപ്പോഴും അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി 1946 വീട് വെച്ച് കൊടുത്ത് പൂർത്തീകരിച്ചതിൻ്റെ കണക്ക് ജില്ല തിരിച്ച് പ്രസൻറ്റ് ചെയ്ത പാർട്ടി കേരളത്തിലെ CPIM ആണ്, ഇടതുപക്ഷമാണ്. എവിടെ കോൺഗ്രസിൻ്റെ വീട്? രണ്ടാമത്തെ ഉദാഹരണം, മുണ്ടക്കൈ വയനാട് ദുരന്തത്തെ ബന്ധിപ്പിച്ച് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ കേരളത്തോട് പ്രഖ്യാപനം നടത്തി. ടൗൺഷിപ്പ് കൊടുക്കും, ടൗൺഷിപ്പിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് പൂർത്തിയാക്കപ്പെടുകയാണ്. നമ്മൾ ഈ 1.5 വർഷത്തിനിപ്പുറം ചർച്ച ചെയ്യുമ്പോഴും ന്യായമായി ഞാൻ ആവർത്തിച്ച് പലപ്പോഴും ചോദിക്കാൻ തയ്യാറൊന്നുമില്ല. ഈ ചർച്ച ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ കോൺഗ്രസിന് കൈകൊടുത്ത് പിരിയാൻ ഈ ചർച്ചയിൽ തയ്യാറാണ്. ഒറ്റ ഉത്തരം കോൺഗ്രസിൻ്റെ ഏട്ടം പറഞ്ഞാൽ മതി. വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരൻ ആപ്പ് ഉപയോഗിച്ച് എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? എത്ര രൂപ പിരിച്ചു? ആ പിരിച്ച പൈസ ഏത് അക്കൗണ്ടിൽ? വർഷങ്ങളായി 1.5 വർഷം കൊണ്ട് കേരളം ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ട് നട്ടെല്ലിന് ബലമുള്ള ഒരു നേതാവ് നിവർന്നു നിന്ന് ഇത്ര രൂപയാണല്ലോ ഞങ്ങൾ പിരിച്ചത്, ഇത്ര രൂപ ഞങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിക്കാൻ, തിരിച്ചു പറയാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരനാവുന്നുണ്ടോ? പിന്നെ എന്ത് ക്രെഡിബിലിറ്റി? പിന്നെ എന്ത് വിശ്വാസ്യത? പിന്നെ എന്ത് രാഷ്ട്രീയ പാർട്ടി? ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടി. ജനങ്ങളോട് അക്കൗണ്ടബിളായ രാഷ്ട്രീയ പാർട്ടിക്ക് അക്കൗണ്ടിൽ പിരിച്ച പൈസ എത്രയെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഗതികേടോ നിന്റെ പേരെ കോൺഗ്രസ് എന്നല്ലാതെ മറ്റെന്താണ് കേരളത്തിലെ മനുഷ്യർ ചോദിക്കേണ്ടത്? പിന്നെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം രുചിൽ മാക്കുറ്റി പറഞ്ഞത്, ഗവൺമെൻറ് എന്ത് ചെയ്തു? പിരിച്ച പൈസ മുഴുവൻ CMRDF-നകത്ത് കിടക്കുകയല്ലേ. കണക്ക് സമയം തന്നാൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ എനിക്കൊരു മടിയില്ല. ഞാൻ വിശദമായ കണക്കിലേക്കൊന്നും പോകുന്നില്ല. ആങ്കർ അനുവദിച്ചാൽ ഒറ്റ കണക്ക് ഞാൻ മാത്രം പറയാം. ഈ കേരളത്തിനകത്ത് ദുരന്തമുണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. ആ ജൂലൈ മാസം 30-ാം തീയതി മുതൽ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യനും വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക വീട് എടുത്തു കൊടുത്ത് താമസിക്കുകയാണ്. ചിലവാക്കി എത്രയാണെന്നറിയോ? കഴിഞ്ഞ മാസം വരെ 61,65,56,200 രൂപ. ജീവിത വരുമാനം നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വീതം എല്ലാ മാസവും എല്ലാ ദിവസവും 300 രൂപ വീതം കൊടുക്കുകയാണ്. ചിലവാക്കിയ തുക എത്രയാണെന്നറിയോ? 17,77,28,000 രൂപ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൊടുത്തു. 298 പേർ അവർ ആശ്രിതർക്ക്, 32 പേരെ കാണാതായി അവർ ആശ്രിതർക്ക് കൊടുത്ത തുക 13,02,90,000 രൂപ. മരണാനന്തര ചടങ്ങുകൾക്ക് അവിടെ മരിച്ച മനുഷ്യർക്ക് വേണ്ടി ചെലവാക്കിയത് 14,40,000 രൂപ.
37 കുഞ്ഞുങ്ങൾ അവിടെ ഗുരുതരമായി പരിക്കേറ്റ 37 പേരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ചെലവാക്കിയത് 18,86,000 രൂപ. അവിടെ CMRDF നിന്ന് കുട്ടികൾ ഒറ്റ മിനിറ്റ് കൂടി കുട്ടികൾ നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി 17 പേർക്ക് 1,70,000 രൂപ, 1,70,00,000 രൂപ. ഈ വീട് എടുക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി 44,33,60,643. സമയമില്ലാത്തതുകൊണ്ട് എല്ലാ കണക്കിലേക്കും പോകുന്നില്ല.